നമസ്കാരം. ഈ കഴിഞ്ഞയാഴ്ച 2021 ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി സി രഘുനാഥിൻ്റെയും 2026 ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിൻ്റെയും അഭിമുഖം എടുക്കേണ്ടി വന്നു DNA ന്യൂസിന് വേണ്ടി. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ വായിച്ചറിഞ്ഞതാണ്. ഇപ്പോഴും കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. പല ഗ്രാമങ്ങളിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇലക്ഷൻ സമയത്ത് ബൂത്ത് ഏജന്റുമാരായിട്ടിരിക്കാൻ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ പണ്ട് നടന്ന ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. 2021 പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ മത്സരിച്ച സി രഘുനാഥ് പിന്നീട് 2023 പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് BJPയിലേക്ക് പോയി. അദ്ദേഹം ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. VP അബ്ദുൾ റഷീദ് 2021 തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഗോവിന്ദനെതിരെയാണ് മത്സരിച്ചത്. MP ഗോവിന്ദനെതിരെ അദ്ദേഹം പരാജയപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിലേക്ക് ഇപ്പോൾ വന്നത്. 2021 ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന്റെ ഭൂരിപക്ഷം 50,123 വോട്ടുകളായിരുന്നു. എന്നാൽ ഇത്തവണ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് 19,247 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അതായത് 30,000 വോട്ടിലധികം കുറവാണ് ഇത്തവണ പിണറായി വിജയന് ഉണ്ടായത്. ആദ്യത്തെ 6 റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിലായിരുന്നു. ഇതെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ വെറുക്കപ്പെട്ടവരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്തം കമ്മികൾ മാത്രമാണ് അയാളെ ഇപ്പോഴും തലയിൽ ചുമന്നുകൊണ്ട് കോഹിനൂർ രത്നത്തെക്കാൾ എന്തോ വലിയ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയോടുകൂടി നടക്കുന്നത്. ജനങ്ങൾക്കറിയാം പിണറായി വിജയൻ്റെ ഒരു സ്വഭാവ രീതിയും അയാളുടെ മൂല്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾക്കറിയാം. പക്ഷേ ഇത്രയധികം ഒരു പരാജയം, അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മടത്തുണ്ടായത് പരാജയം തന്നെയാണ്. 50,123 വോട്ടിൽ നിന്ന് 30,000-ലധികം വോട്ടുകൾ കുറഞ്ഞ് 19,247 വോട്ടുകളിലേക്ക് താഴുമ്പോൾ അത് പിണറായി വിജയൻ്റെ പരാജയം തന്നെയാണ്. അതും VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒപ്പം മത്സരിക്കുമ്പോൾ. എങ്ങനെയാണ് പിണറായി വിജയൻ ഇത്രയധികം ഭൂരിപക്ഷം കുറഞ്ഞത്? സി രഘുനാഥും VP അബ്ദുൾ റഷീദും പറയുന്ന കാര്യങ്ങൾ ഒരേപോലെയാണ്. എന്ന് മാത്രമല്ല, അവിടെ പലരോടും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതുതന്നെയാണ്. അവിടെ ബൂത്ത് ഏജന്റന്മാർക്ക് ഇരിക്കാൻ കഴിയില്ല. അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കും CPM ഗുണ്ടകൾ. അതുകൊണ്ട് തന്നെ ഈ BJPയിലെയോ കോൺഗ്രസിലെയോ ബൂത്ത് ഏജന്റുമാർ ഇത്തരം ബൂത്തുകളിൽ കാണാറില്ല. സ്ത്രീകളെ ആക്രമിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളെ കൊണ്ടിരുത്തും. പക്ഷേ അവർക്കും അവിടെ പാവങ്ങളെ പോലെ നിശ്ചലയായി ഇരിക്കാൻ മാത്രമേ കഴിയൂ. അവർക്ക് കള്ളവോട്ട് ചെയ്താൽ പോലും അത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയൂ. അതിനെ എതിർക്കാൻ കഴിയില്ല. എതിർത്താൽ ഇവർ കൈവയ്ക്കും. അതാണ് അവിടുത്തെ അവസ്ഥ. സി രഘുനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ബൂത്ത് ഏജന്റുമാർ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ഈ ആണിയോ മറ്റ് മൂർച്ചയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വടിയിൽ വെച്ച് കെട്ടി ജനലിലൂടി ഇട്ട് അവരുടെ തോളിലൊക്കെ കുത്തുന്ന ഒരു രീതിയുണ്ട്. എന്നിട്ടും അവരൊക്കെ എണീറ്റ് പോയില്ലെങ്കിൽ നായ്ക്കുരണ പൊടി ഇവരുടെ ശരീരത്തിൽ വിതറും. ഒന്ന് ഓർത്ത് നോക്കൂ. അവിടെ ഇത്രയധികം സുരക്ഷാ സേനയുണ്ട്, പോലീസുകാരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, റിട്ടേണിംഗ് ഓഫീസറൊക്കെ ഉണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ CPM ഗുണ്ടകൾ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഇപ്പോഴും കാണിക്കുന്നത് എന്നോർക്കണം. നായ്ക്കുരണപ്പൊടി ദേഹത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ കഴിയില്ല. അതോടുകൂടി അവർ എഴുന്നേറ്റ് ഓടും. അതാണ് ഇപ്പോഴും ധർമ്മടം മണ്ഡലത്തിൽ സംഭവിച്ചത്. അതായത് വ്യാപകമായിട്ടുള്ള കള്ളവോട്ടുകൾ ധർമ്മടം മണ്ഡലത്തിൽ നടന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ 2021 VP അബ്ദുൾ റഷീദ് മത്സരിച്ചത് തളിപ്പറമ്പ് മണ്ഡലത്തിലാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ പരാജയപ്പെട്ടതിനു ശേഷവും അദ്ദേഹം അവിടുത്തെ ജനങ്ങളുമായി വളരെ നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തി. CPM പ്രവർത്തകർ പോലും അവരുടെ സ്വകാര്യ ചടങ്ങുകൾക്ക്, പാലുകാച്ചിലും കല്യാണവും പോലെയുള്ള സ്വകാര്യ ചടങ്ങുകൾക്ക് VP അബ്ദുൾ റഷീദിനെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ പോയിരുന്നു. CPM പ്രവർത്തകരുമായി ഒക്കെ അദ്ദേഹത്തിന് വളരെ നല്ല ബന്ധമാണുള്ളത്. വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുമ്പോൾ. അത്തരത്തിലായിരുന്നു VP അബ്ദുൾ റഷീദിൻ്റെ ഒരു രീതി. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത അദ്ദേഹത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രവർത്തിക്കാനായി കിട്ടിയുള്ളൂ. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ ധർമ്മടം മണ്ഡലത്തിലേക്ക് മാറ്റി. ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ആകെ പ്രവർത്തിക്കാൻ കിട്ടിയത് 17 ദിവസമോ മറ്റോ ആണ്. ഈ 17 ദിവസങ്ങൾ പോലും മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അവിടെ വന്ന് മത്സരിക്കാനായി അദ്ദേഹം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. അവിടെ രമേശ് ചെന്നിത്തല മാത്രമാണ് ചെന്നത്. മറ്റൊരു രാഷ്ട്രീയ നേതാക്കളും UDFന്റെ മുതിർന്ന നേതാക്കളും അവിടെ ചെന്നില്ല. ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ട് പോലും അദ്ദേഹവും പോലും അവിടെ എത്തിയില്ലെന്നാണ് VP അബ്ദുൾ റഷീദ് പറയുന്നത്. എന്തായാലും UDF പ്രവർത്തകർ അല്പം ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ തോറ്റ് പണ്ടാരമടങ്ങി ഇപ്പോൾ പാണ്ഡ്യാലമുക്കിലെ മുണ്ടയിൽ തറവാട്ടിൽ ഇരിക്കേണ്ട ഒരവസ്ഥയുണ്ടായേനെ. അവിടെ വ്യാപകമായിട്ടുള്ള ഒരു കള്ള വോട്ടാണ് ഇതിൽ നടന്നത് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്.
അവിടെ ഞാൻ പറഞ്ഞതുപോലെ പല ബൂത്തുകളിലും ഏജന്റുമാരുണ്ടായിരുന്നില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ. അതുകൊണ്ട് തന്നെ അവിടെ വ്യാപകമായിട്ടുള്ള കള്ള വോട്ടുകൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. VP അബ്ദുൾ റഷീദ് അതിനെ ആരോപിക്കുന്നു, C രഘുനാഥനെ കുറിച്ച് ആരോപിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വ്യാജമാണ്, കള്ളമാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്? പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും ജയിച്ചു. അത് CPM പ്രവർത്തകരുടെ വോട്ട് കൊണ്ടാണ്. കാരണം സാധാരണക്കാരായ CPM പ്രവർത്തകർ, പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന CPM പ്രവർത്തകർ, അവരൊക്കെ വോട്ട് ചെയ്തത് കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തന്നെയാണ്. ഇവിടെയും ധർമ്മടത്തും അതുതന്നെയാണ് സംഭവിച്ചത്. ധർമ്മടത്ത് കോൺഗ്രസ്സുകാരുടെ വോട്ട് വളരെ കുറവാണ്. ആ സ്ഥാനത്താണ് 2021 50,123 വോട്ടുകൾ നേടി ഇപ്പോൾ 30,000 വോട്ട് പിണറായി വിജയന് കുറയണമെങ്കിൽ ആ 30,000 വോട്ടും CPMകാരുടെ വോട്ടാണ്. അതായത് CPMകാർ പോലും വെറുക്കപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ മാറിയിരിക്കുന്നു. ധർമ്മടം മണ്ഡലത്തിൽ പോലും, സ്വന്തം നാട്ടിൽ പോലും, സ്വന്തം മണ്ഡലത്തിൽ പോലും. ഇപ്പോഴും അവിടെ ഇത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളും കള്ള വോട്ടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചെറുതല്ലാത്ത ഒരു ജാഗ്രത കുറവ് ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടായി. അങ്ങനെ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ കള്ള വോട്ട് ചെയ്യാൻ CPM ഗുണ്ടകൾക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ വന്നാൽ പിണറായി വിജയൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം ഇപ്പോഴുള്ളതിനേക്കാൾ 4-1 കുറയുകയോ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. 2029 തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിനി നോക്കാം. എന്തായാലും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അടിച്ചമർത്തിയുള്ള ഭരണം, മറ്റുള്ളവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ വോട്ട് ചെയ്യാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇതൊക്കെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ആശങ്കയും അതോടൊപ്പം അത്ഭുതവും ഉണ്ടാക്കുന്നതാണ്.